വികസന കാഴ്ചപ്പാടിനോടൊപ്പം തൻ്റെ അസംബ്ലി മണ്ഡലത്തിലെ വിദ്യാർത്ഥി പ്രതിഭകളെ അനുമോദിക്കുന്നതിനും ആദരിക്കുന്നതിനും വേണ്ടി എല്ലാ വർഷവും നടത്തിവരുന്ന ശ്രീ കെ പി ഗണേഷ് കുമാർ MLA എക്സലൻസ് അവാർഡ് വിതരണത്തിൻ്റെ ചടങ്ങാണ് നടക്കുന്നത്. നമ്മൾ ഈ വർഷവും ഈ അവാർഡ് നടത്തുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഈ അവാർഡ് നടത്തുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള കാര്യം പത്തനാപുരം നിയമമണ്ഡലത്തിലെ മുഴുവൻ കുഞ്ഞുങ്ങൾ മിടുമിടുക്കന്മാരും മിടുക്കികളുമായ കുഞ്ഞുങ്ങളെ നമുക്ക് അനുമോദിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇതൊരു ദീർഘമായ പ്രസംഗം നടത്തുന്നില്ല, കാരണം ഇതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അവാർഡ് നൽകാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് ദീർഘമായി പ്രസംഗിക്കുന്നില്ല. നിങ്ങളുടെ നേട്ടം ഈ നാടിൻ്റെ നേട്ടമാണ്. മുഴുവൻ മാർക്കുകളും വാങ്ങിച്ച കുട്ടികളുണ്ട്, ഫുൾ മാർക്ക് വാങ്ങിച്ച കുട്ടികളുണ്ട്. ഇത്രയധികം കുഞ്ഞുങ്ങൾക്ക് A+2-നും 10ാം ക്ലാസ്സിനും A+ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മികച്ച പ്രവർത്തനം തന്നെയാണ്. ചെറിയ ക്ലാസ് മുതൽ നിങ്ങൾ നന്നായി പഠിക്കുകയും നിങ്ങളുടെ രക്ഷിതാക്കളും അധ്യാപകരും നിങ്ങൾക്ക് തന്ന പ്രോത്സാഹനമാണ് നിങ്ങളെ ഈ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്നത്. ഇനിയുള്ള കാലത്ത് തുടർന്ന് എന്താണ് പഠിക്കേണ്ടതെന്നുള്ളതിനെ പറ്റി വലിയൊരു കൺഫ്യൂഷനാണ്. അതിലൊരു ക്ലാസ് നടത്തിയുണ്ടായി. ആ കടലാസിൽ പറയുന്നുണ്ട് തുടർന്ന് എന്താണ് പഠിക്കേണ്ടത്, ഏതൊക്കെ വഴികളിലൂടെ നമുക്ക് പഠിച്ച് മുന്നേറാം. സാധാരണ ആൾക്കാർ നിരീക്ഷിക്കുന്ന ഒന്ന് എഞ്ചിനീയറിംഗ് പോവുക, അല്ലെങ്കിൽ ഡോക്ടറാവുക, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പോയി ചെയ്താണ്. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായി നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തിലും ഭാവിയിൽ ഗുണം ചെയ്യുന്ന ഒരുപാട് കോഴ്സുകൾ നമ്മളെ ഈ രാജ്യത്തുമുണ്ട്, രാജ്യത്തിന് പുറത്തുമുണ്ട്. രാജ്യത്തിനകത്തുള്ള കോഴ്സുകളെ പറ്റി നമുക്ക് അറിയാൻ കഴിയും. പക്ഷെ പുറത്ത് പോകുമ്പോൾ വളരെ ശ്രദ്ധയോടെ നോക്കി വേണം പോകാനായിട്ട്. നമ്മളെ ഗൾഫിലൊക്കെ പോയി കൊണ്ട് പറ്റിക്കപ്പെട്ടു എന്ന് പറയുന്ന പോലെ വിസയില്ലാതെ കൊണ്ടുപോയി ഗൾഫിൽ തള്ളി എന്ന് പറയുന്ന പോലെ പഠിക്കാൻ കൊള്ളാത്ത ചില യൂണിവേഴ്സിറ്റികളിലേക്ക് കൊണ്ടുപോകും. അത് അപകടകരമാണ്. പിന്നെ മാത്രമല്ല, ഇംഗ്ലണ്ടിൽ ജോലി വാങ്ങിച്ചേരാന്നൊക്കെ പറയാം, അത് വിശ്വസിക്കരുത്. അവിടെ പഠിക്കാൻ പോകണമെങ്കിൽ നിങ്ങളത് പരിശോധിക്കുക, നിങ്ങൾ തന്നെ പരിശോധിക്കുക. ലോകത്തെ ഒരു 500 യൂണിവേഴ്സിറ്റിക്ക് അകത്തുള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ മാത്രമേ നിങ്ങൾ സ്വീകരിക്കാവൂ. ലോകം മൊത്തം ഇൻ്റർനെറ്റ് നോക്കിയാൽ കാണാം. ലോകം മുഴുവൻ വിദേശത്ത് പോകുമ്പോൾ 500 യൂണിവേഴ്സിറ്റി ആദ്യത്തെ റേറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ 500 യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ മാത്രമേ നിങ്ങൾ പോകാവൂ. മറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോകുന്നതിനൊരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിനൊരു വിലയില്ലായ്മയുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഭാവിക്ക് വേണ്ട പരിപാടികൾ, ഈ പ്രത്യേകിച്ച് +2 കഴിയുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഒരു വഴിത്തിരിവിലാണ്. ഇനി നമ്മൾ എന്ത് സെലക്ട് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ്, ഏത് വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം സെലക്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ജീവിതം പോകുന്നത്. നമ്മൾ സിവിൽ സർവീസിൽ പോകണമെങ്കിൽ അതനുസരിച്ച് പോകണം. IAS IPS ഒക്കെ എടുക്കുന്ന കുഞ്ഞുങ്ങൾ ആ വഴിക്ക് പോകണം. പിന്നെ നന്നായി പല പല മാർഗങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഇതിലൂടെ വിശദീകരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വരുന്നതിന് മുമ്പ്. പക്ഷെ നിങ്ങൾ അങ്ങനെ ആ വഴികൾ നോക്കണം. എല്ലാവരും ഡോക്ടറാവോ എഞ്ചിനീയറാവോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തകർന്നു എന്ന് തെറ്റിദ്ധരിക്കുന്നു. ഉണരുക, എണീർക്കുക, ലക്ഷ്യം പ്രാപിക്കുന്നത് വരെ ഉറങ്ങാൻ പാടില്ല എന്ന് വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജീവിതത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിൽ എത്തുന്നത് വരെ ഉറങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. സ്വപ്നം സാക്ഷാത്കരിച്ചതിനു ശേഷം അതിന് പിന്നാലെ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. സ്വപ്ന സാക്ഷാത്കാരം എന്ന് പറയുന്നത് നാം കണ്ട ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ യാത്രയാണ് സാക്ഷാത്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. മറിച്ച് സ്കൂൾ തുറക്കുമ്പോൾ 10+ വാങ്ങണം, ഓണപ്പരീക്ഷ കഴിയുമ്പോൾ 7+ ആവണം, ക്രിസ്മസ് പരീക്ഷ കഴിയുമ്പോൾ അത് 4 ആവണം, മോഡൽ പരീക്ഷ കഴിയുമ്പോൾ ഒന്നെങ്കിലും അവസാനത്തെ പരീക്ഷയാകുമ്പോൾ എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി എന്നുള്ളതല്ല. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാവട്ടെ, അതൊക്കെ ഈ ഒരു അവാർഡ് ദാന ചടങ്ങ് അതിനൊരു പ്രചോദനമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ യാത്ര ചെയ്ത് ഉന്നതമായി കൈവരിക്കുവാൻ സർവേശ്വരൻ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ കുട്ടികൾ, അതിനെ തുടർന്ന് 12ാം ക്ലാസ് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ കുട്ടികൾ, ഈ ക്രമത്തിലായിരിക്കും. അപ്പോൾ ദയവ് ചെയ്ത് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും സഹകരിക്കണം. മണ്ഡലത്തിൻ്റെ അങ്ങേയറ്റത്ത് സദാനന്ദപുരം വെട്ടിക്കോട് ഭാഗത്തു നിന്ന് വന്നവർക്കാണ് അവർക്ക് വാഹനങ്ങൾ കിട്ടി തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടതെന്നുള്ളത്. ആ പ്രദേശത്ത് നിന്ന് ഇങ്ങോട്ടുള്ള സ്കൂളുകളുടെ ക്രമത്തിലാണ് പഠിക്കുന്നത്. ഒരു മുൻകൂട്ടി അനൗൺസ് ചെയ്യും. അനൗൺസ് ചെയ്യുന്നതനുസരിച്ച് കുട്ടികൾ ഈ മെയിൻ വഴിയിലൂടെ അകത്തേക്ക് വരികയും അവാർഡ് ഏറ്റുവാങ്ങിയതിന് ശേഷം ബാക്കിലുള്ള വഴിയിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യും.
സന്തോഷമുണ്ട്. അതുകൊണ്ട് കാര്യമാണ് ആദ്യം പറഞ്ഞത്. പക്ഷെ അതിനെപ്പറ്റി ഒരു ദിവസം ഇതായി നിന്ന് ഒരാൾ ഒരു സ്ത്രീ പറഞ്ഞിങ്ങനെ അവർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനൊരു സാധനം, പക്ഷെ അവരെ തിരിച്ചു പിടിക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ അറിയിപ്പോൾ എനിക്ക് ലക്ഷ്മണൻ്റെ ആരോപണം തന്നെ കാണുന്നു. അപ്പം അത് കൊടുക്കാൻ വേണ്ടി സന്തോഷമുണ്ട്. ശബ്ദയ്ക്ക് ഈ മാത്യുവിനും അതേപോലെ പ്രവർത്തിക്കുന്നവർക്ക് ഈ അവസരത്തിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കും. ഇന്നിവിടെ അനുമോദിക്കപ്പെട്ട പുരസ്കാരം ലഭിച്ച വിദ്യാർത്ഥിയാണ്. അവരെ ഈ അവസരത്തിൽ ആദ്യമായിട്ട് അഭിനന്ദിക്കട്ടെ. കഴിഞ്ഞ അക്കാഡമിക ഇയറിൽ ഏറ്റവും മികച്ച രീതിയിൽ അവരുടെ പഠന പ്രവർത്തനങ്ങളിൽ നല്ല വിജയം നേടിയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അവർക്ക് ഇത്തരത്തിൽ അനുമോദനം ലഭിച്ചിരിക്കുന്നത്.